ലിസ്ബി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ബിരിയാണി. അത് വെറും ഫിഷ് ബിരിയാണി അല്ല, പൊള്ളിച്ച അയില കിഴി ബിരിയാണി എന്നൊക്കെയാണ് ഞാൻ പേരിട്ടത്. അത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഓർമ്മ വരിക നമ്മുടെ നെയ്മീൻ അല്ലെങ്കിൽ അറക്ക മീൻ അല്ലെങ്കിൽ വലിയ വലിയ മീനോടുള്ള ബിരിയാണിയാണ്. നല്ല വിലയാണ്. നമ്മൾ പെട്ടെന്ന് അത് വാങ്ങിക്കില്ല, വല്ലപ്പോഴേ വാങ്ങിക്കുള്ളൂ. അയില മീനും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല വിലയാണ്. 400 അല്ലേ മനസ്സോട്ടാ? 400ഒക്കെയാണ് കിലോന് വില. എന്നാൽ പോലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കുന്ന ഒരു മീനാണ് അയില, അല്ലെ? അപ്പൊ ഈ അയില മീൻ ഫ്രഷ് ആയിട്ട് വാങ്ങി കൊണ്ടപ്പോ നമ്മുടെ പ്രിൻസേട്ടൻ പറഞ്ഞു അയിലോണ്ട് ഒരു ബിരിയാണി ഉണ്ടാക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു അയിലോണ്ട് ബിരിയാണി. അയിലോണ്ട് നമ്മൾ സാധാരണ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല, നെയ്മീനോണ്ടൊക്കെയല്ലേ ഉണ്ടാക്കാറ്, അല്ലെങ്കിൽ കരിമീൻ കൊടുത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇടയ്ക്ക് വല്ലപ്പോഴും. അപ്പോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് എന്നാ പിന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്താലോ എന്നാലോചിച്ചു. അപ്പൊ ഈ അയില ഒരു ബിരിയാണി എന്ന് പറയുമ്പോ അയിലയുടെ സ്മെല്ലൊക്കെ ചോറിലേക്ക് ഇറങ്ങുമ്പോ ഒരു ടേസ്റ്റ് ഉണ്ടാവോ എന്നുള്ളൊരു ആലോചിച്ചപ്പോഴാണ് എനിക്ക് ബൾബ് കത്തിയത്. അപ്പൊ ഞാൻ ആലോചിച്ചു, നമ്മള് അയില വാഴയിലയിൽ പൊളിച്ചു കഴിഞ്ഞാൽ സൂപ്പറാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ചോറ് കൂട്ടി കഴിക്കാതെ മാത്രം മതി, ഭയങ്കര ടേസ്റ്റ്. എല്ലാവർക്കും ഒരു എന്താ പറയാ ഇഷ്ടമുള്ളൊരു സംഗതിയാണ്, ഇഷ്ടമുള്ള ഒരു ഡിഷാണ്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ രണ്ടും കൂടുമ്പോ എന്തായിരിക്കും, പൊരിയാണ്. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അതാണെങ്കിൽ നമ്മൾ സാധാരണ പോലെ ഒരുപാട് എണ്ണയും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. നല്ല ടേസ്റ്റ് ആണ്. അതിൽ ഇത്രയൊക്കെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന വഴി നമ്മൾ പറയാണ്ട് പറ്റില്ല. അപ്പൊ ഇതൊക്കെയാണ്, ഇതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിയത്. ഇപ്പൊ ആരെങ്കിലും ഇതിങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടോന്നൊന്നും അറിയില്ല. എന്തായാലും പൊരിയാണ്. അപ്പൊ എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ പറയണം കേട്ടോ. പിന്നെ നിങ്ങൾ വേറൊരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേര് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഡിഷിന് പേരിടാൻ പറ്റുന്ന വെച്ചാൽ അതൊന്ന് കമന്റ് ബോക്സിൽ വന്ന് നിങ്ങൾക്ക് പറയാം. അതിനും ഒരു അവസരം തരും. അപ്പൊ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം. വീഡിയോ കണ്ട് ഇഷ്ടമായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ അയിലക്കിഴി ബിരിയാണി, പൊള്ളിച്ച അയിലക്കിഴി ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അയില ബിരിയാണിയുടെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് 4 അയില എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു മീഡിയം സൈസുള്ള അയിലാണ് കേട്ടോ. അപ്പൊ അത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി ഞാനൊന്ന് സ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് 2 സൈഡും കേട്ടോ. ഞാൻ 1/2 കിലോ നമ്മുടെ കൈമ റൈസ് എടുത്തിട്ടുണ്ട്. റോസ് ബ്രാൻഡ് അരിയാണ് എടുത്തേക്കണം കേട്ടോ. ഈ 2 ഗ്ലാസ് കൊണ്ടാണ് ഞാൻ അരി അളന്ന് കഴുകി വാല വെച്ചിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. അതുപോലെ ഇവിടെ 3 ചെറിയ ടൊമാറ്റോ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 ചെറിയ സവാള ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഞാൻ കുറച്ച് സവാള ഗാർണിഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇതൊരു 2 പച്ചമുളക് ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു തുടം വെളുത്തുള്ളി, ഒരു 5 പച്ചമുളക്, ഒരു 3 കഷ്ണം ഇതുപോലത്തെ 2 കഷ്ണം ഇഞ്ചി, വലിയ ഇഞ്ചി എടുത്തു വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക്, അരിയിലേക്ക് വേണ്ട അത്യാവശ്യം മസാലകൾ, കുറച്ച് കറുവാപ്പട്ട, പെരിഞ്ചീരകം, അതുപോലെ കറിയാമ്പൂ, ഏലക്കായ, ദീപത്രിയുടെ ഒരു ചെറിയ 2 കഷ്ണങ്ങൾ, കുറച്ച് നെയ്യ് വേണം, കുറച്ച് വെളിച്ചെണ്ണ, സോൾട്ട്, ഒരു പിടി പുതിനയിലയും 1 പിടി മല്ലിയിലയും, പിന്നെ നമ്മുടെ ഈ രമ്പയില എന്നൊക്കെ ഇപ്പഴാ ഞാൻ പഠിച്ചേട്ടാ. ഞങ്ങളുടെ വീട്ടിലുണ്ടാവണ, ഞാൻ ബിരിയാണിയിൽ ഇടാറുള്ള നല്ല ഒരു ഇലയാണ്. ഇതിട്ട നല്ല സ്മെല്ലാണ്. അതും കൂടി ഇട്ട് വെച്ചിട്ട് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ സംഭവങ്ങളൊക്കെ കൂടി, അതായത് വെളുത്തുള്ളി, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, ഇതെല്ലാം കൂടി മിക്സിയിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവാൻ. ഞാൻ ചെറിയ കഷ്ണമാക്കിയിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് ഒന്ന് അടിച്ച് കിട്ടുന്നു. ഇനി നമുക്ക് ഈ അയിലയില് ഇത് കുറച്ചീശെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഇതിന്ന് അതാണ് ഞാൻ നേരത്തെ തന്നെ ഇത് അടിച്ച് വെച്ചത്. ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ഉണ്ടല്ലോ അത്, പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ മതി കേട്ടോ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
പിന്നെ ആവശ്യത്തിന് സോൾട്ട്. ഇതൊക്കെ കൂടിയിട്ടൊന്ന് പുരട്ടി വെക്കാം. നമുക്ക് ഒരു 10 മിനിറ്റ് ഇത് ഒന്ന് പിടിച്ചിരിക്കട്ടെ മസാല. ചെറുനാരങ്ങ ഇട്ടാ നല്ലതാ. ഞാൻ സത്യം പറഞ്ഞത് മറന്നുപോയതാണ്. നമുക്കൊരു അര ചെറുനാരങ്ങയുടെ നീരും കൂടി പിഴിഞ്ഞു വയ്ക്കാട്ടാ. ഞാൻ പ്രിൻസേട്ടൻ പറഞ്ഞ പോലെ ചെറുനാരങ്ങയും കൂടി ചെറിയൊരു പീസ് കേട്ടോ ചെറുനാരങ്ങ. പിന്നെ ബാക്കി പീസും ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ചോറിലേക്ക് വേണം. അത് ഞാൻ മറന്നു. ഇതിപ്പോ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. അപ്പൊ നമ്മൾ അടിപൊളിയായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ. അപ്പൊ നമുക്ക് ബാക്കി പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോ ഈ ഒരു ഗ്ലാസ്സിലാണല്ലോ 2 ഗ്ലാസ് അരി എടുത്തേക്കണേ. അപ്പൊ 3 ഗ്ലാസ് വെള്ളം, അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള നിലയ്ക്ക് 3 ഗ്ലാസ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം കൂടി വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഇടണം. നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് മതി ഇതിലേക്ക്. പിന്നെ ഞാൻ ഇതില് നട്ട്സും മുന്തിരിയും ഒന്നും ഇടുന്നില്ല കേട്ടാ. അത് മീനിന് അത്ര മാച്ച് അല്ലാന്ന് എനിക്ക് തോന്നി. അപ്പൊ അതുകൊണ്ട് വേണ്ടവർ ഇട്ടോട്ടാ, കുഴപ്പമില്ല. ഞാൻ വെറുതെ സിമ്പിൾ ആയിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കണേ. അപ്പൊ നമ്മള് ഇട്ട 2 ടീസ്പൂൺ നെയ്യ് ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിലേക്ക് ഈ മസാലകളെല്ലാം ഇട്ട് കൊടുക്കാം. ഈ മസാല ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് 1/2 ടേബിൾ സ്പൂൺ ഈ പേസ്റ്റ് ഉണ്ടല്ലോ, പേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഒന്ന് അരച്ചെടുത്ത ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളൂ കേട്ടോ. ഇത് ഒരു 1/2 ടേബിൾ സ്പൂൺ മതി. ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരി ഇട്ട് കൊടുത്തിട്ട് 1-2 മിനിറ്റ് ഒന്ന് വഴറ്റാം. ഒരു 2 മിനിറ്റ് മാത്രം വഴറ്റുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ വെള്ളം തിളയ്ക്കും. അപ്പൊ ഇനി 2 മിനിറ്റ് വഴറ്റിയതിന് ശേഷം ഈ വെള്ളം തിളച്ചത് ഞാൻ ഇതിലേക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മള് അന്ന് ഇതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഓർമ്മയില്ല നമുക്ക് കപ്പ ബിരിയാണി എന്ന് പറഞ്ഞിട്ട്, കപ്പക്കിഴി ബിരിയാണി. അപ്പൊ അത് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ഡിഷായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ ഉണ്ടാക്കി എന്ന് പറഞ്ഞു, ട്രൈ ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അതുപോലെ തന്നെ ഇതും ഒരു അടിപൊളി സംഭവമാണ്. എല്ലാവർക്കും എളുപ്പത്തിൽ ട്രൈ ചെയ്ത് നോക്കാം. എല്ലാവർക്കും വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയല്ല, എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളതാണ്. അപ്പൊ ഇതില് നമുക്കിത് ഈ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചിടാം. പിന്നെ കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല സ്മെല്ലായിരിക്കും. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് വേവിക്കാം. ഇനി നമുക്ക് അയില പൊള്ളിക്കുമ്പോൾ ആ മസാല ഉണ്ടല്ലോ, മസാല ഉണ്ടാക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. വെളിച്ചെണ്ണ നമ്മളിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വെളിച്ചെണ്ണ, ഇത് വഴറ്റാനുള്ള വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. പിന്നെ ഞാനൊരു 2 ടീസ്പൂൺ അത്ര മതി. വെളിച്ചെണ്ണ ചൂടായിട്ട് അതിലേക്ക് നമ്മള് സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പൊ ഇടയ്ക്ക് ചോറൊന്ന് ഞാൻ ഇളക്കി നോക്കാണ്. ചെറുതായിട്ട് കൂടി വെള്ളം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ സമയത്ത് നമുക്ക്
ചെറുനാരങ്ങയുടെ ഒരു പകുതി ഒന്ന് പിഴിഞ്ഞു ഒഴിക്കാം. അപ്പൊ സവാള ബ്രൗൺ കളർ ആവണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് വഴന്നു വന്നാൽ മതി. അപ്പൊ വഴന്നു വന്നിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് അതിലേക്ക് ബാക്കി നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ ഇതുണ്ടല്ലോ, വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും പച്ചമുളകും ഒക്കെ കൂടിയത് ഒന്നിട്ടിട്ട് നന്നായിട്ട് വഴറ്റാം. ഇതൊന്ന് പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. 1/2 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാം, എരിവിനനുസരിച്ച് നമുക്ക് ഇടാം. ഇനി നമുക്ക് ഈ ടൊമാറ്റോ ചോപ്പ് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൊമാറ്റോ നന്നായിട്ട് കുക്ക് ചെയ്ത് വരണം. അപ്പൊ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വെച്ചിട്ട് ഇതിൽ തന്നെ കുക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ, അല്ലെങ്കിൽ കുറച്ച് അടിയിൽ പിടിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കും. അതിന് മുമ്പ് ഇതിൽ നമ്മൾ സോൾട്ട് കുറച്ചിട്ട് കൊടുക്കണം കേട്ടോ. ആവശ്യത്തിന് ഞാൻ കുറച്ച് സോൾട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കുള്ള സോൾട്ട് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരു 1/4 കപ്പ് മാത്രം ഒഴിച്ചിട്ട് ഒന്ന് മൂടി വെക്കാൻ പോവാ ഞാൻ. നമ്മുടെ അരി എന്തായാലും ചോറ് എന്തായാലും വെന്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടെന്ന് വെച്ചാൽ ഒരു 85% വെന്തിട്ടുണ്ട്. ഇനി എപ്പോഴും സാധാരണ പറയാറുള്ള പോലെ ഇത് മൂടി വെച്ചാൽ കുറച്ച് വേവും, പിന്നെ നമുക്ക് ഒന്ന് കിഴി കെട്ടാണതല്ലേ, അപ്പൊ അതിന് ബാക്കിയുള്ള വേവും കൂടിയാവും. അപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ഒക്കെ അവിടെ കുക്കാവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മീൻ കുറച്ച് നേരം അതിൻ്റെ ഇങ്ങനെ നോക്കിയിരിക്കുക എണ്ണയിലേക്ക് ചാടാൻ വേണ്ടിയിട്ട്. അപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. ഇത് വറുക്കാനുള്ള, തിരിച്ചു മറിച്ചിട്ട് വറുക്കാനുള്ള എണ്ണ മാത്രം കേട്ടോ. എന്നിട്ട് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ ഇതൊന്ന് നമുക്ക് ഒരു എന്താ പറയുക, ഒരു 80%, 75% ഒക്കെ മതി, അത്രയ്ക്ക് വറുത്തെടുത്താൽ മതി. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് ഈ അയിലക്കുട്ടന്മാരെ ഒന്ന് വറുത്തെടുക്കാം. ഉപ്പൊക്കെ ഉണ്ട്. അപ്പൊ ടൊമാറ്റോ ഒക്കെ കുക്കായിട്ടുണ്ട്. ഞാൻ ഓടി ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ആ ഒഴിച്ച ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് വേറൊരു ടിപ്പും കൂടി ഉണ്ടാവും. ഇതില് നമ്മൾ കുറച്ച് നാളികേരപ്പാൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ വാഴയിലയില് ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് കുറച്ച് നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ട് അയില വെച്ചിട്ട് പൊളിക്കണ്ട. അങ്ങനെ വെച്ചിട്ട് ചോറിട്ടാൽ അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല, പക്ഷെ എന്തായാലും ഉറപ്പാണല്ലോ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചോറിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് കൂടി പിടിക്കും. ഞാൻ എന്തായാലും ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കാണിച്ചെന്നത് മാത്രം. അപ്പൊ അതും കൂടി എല്ലാവരും ഒന്ന് നോക്കിക്കോളാം കേട്ടോ. ഒരു സൈഡായി ഇങ്ങനെ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മീന് ഒന്ന് 80% ഒക്കെ വറുത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പൊ ഇനി നമ്മുടെ എല്ലാ കാര്യങ്ങളും ഇതേ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട്. ഇതേ ചോറ്, അതുപോലെ ഇതേ മസാല, മീന്, പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള സവാളയും അതുപോലെ പുതിനയും മല്ലിയിലും ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വാഴലയാണ്. വാഴല ഞാൻ 2 വാഴല എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. പൊട്ടിപ്പോവലേന്ന് വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വേണ്ടവർക്ക് ഇപ്പൊ ചെറിയ ഇലയിലായിട്ട് ഇപ്പൊ ഓരോ മീൻ വെച്ചിട്ട് കുഞ്ഞു കിഴിയായിട്ട് അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ വലിയതായിട്ട് ഒരു കിഴി കെട്ടാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പൊ ഞാൻ വിചാരിച്ചു ഇങ്ങനെ
2 ഇല വെക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഒന്ന് വാട്ടി നോക്കട്ടെ. അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് ആവി കയറ്റാൻ വേണ്ടിയിട്ട്. അതൊന്ന് ചൂടാക്കാൻ വെച്ചിട്ട് അപ്പൊ ഇങ്ങനെ ഇത് ചൂടാവുണ്ട്. ഇതിന്റെ മുകളിൽ ഞാൻ ഇല ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഒരു ഇലയും കൂടി ഇങ്ങനെ ഇട്ടിട്ട് ഞാൻ മീനൊക്കെ സെറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആദ്യം കുറച്ച് മസാല നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ ഒരു പകുതി മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് ഫിഷ് ഇതിന്റെ മേലെ വെച്ച് കൊടുക്കാം. മുകളിലേക്ക് ബാക്കിയുള്ള മസാലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ മേലെ റൈസ് ഇട്ട് കൊടുക്കാം. അപ്പൊ ആവശ്യത്തിനുള്ള റൈസ് മാത്രം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലേക്ക് നമ്മൾ പുതിന, അതുപോലെ ബാക്കി നമ്മൾ കുറച്ച് മല്ലിയിലയും ഒക്കെ വെച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ച് എണ്ണയും അതുകൂടെയൊക്കെ കൂടുതൽ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സവാള മൊരിച്ചിടുന്നത് അതൊക്കെ ഇടാൻ കേട്ടോ. ഞാൻ ഇവിടെ ഇടുന്നത് വേറെ രീതിയിലാണ്. അതാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് കൂടുതൽ തോന്നിയത്. ഈ പച്ചമുളക് അതുമാതിരി ഇതുപോലെ സവാള ഒന്ന് പതുക്കെ പിടിച്ചിട്ടൊന്ന് കെട്ടാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിപ്പോൾ നൂലുകൊണ്ടായാലും കുഴപ്പമില്ല, വേറെ ചരടാ എന്തെങ്കിലും വെച്ച് ഞാൻ വാഴര ഞാരനെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം ചെറുതായിട്ടൊന്ന് ഞാൻ കെട്ടിക്കൊടുക്കാം. നമുക്ക് ഇതേ ഒരു വലിയൊരു പാത്രം കൊണ്ട് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് ആവി കൊടുക്കാം. അപ്പൊ നമ്മുടെ ബിരിയാണി ഇതിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ആ സ്മെല്ല് കേട്ടിട്ട് നമുക്ക് കുറച്ച് നേരം കുഞ്ഞീതായിട്ടൊന്ന് എക്സസൈസ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പൊ ഇത് മിക്കവർക്കുള്ള പ്രശ്നമാണ്, കൈയിൻ്റെ ഇവിടെ ഇങ്ങനെ സാഗ് ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്കും ഉണ്ട് കേട്ടോ. ഞാനും എക്സസൈസ് ചെയ്യുന്ന ആളൊക്കെ തന്നെയാണ്, പക്ഷെ എന്നാലും എല്ലാവർക്കും ഉണ്ട് ഈ ഇങ്ങനെ ഇത്തിരി സാഗ് ചെയ്യുന്ന പ്രശ്നം. അപ്പൊ നമ്മൾ കിച്ചണിൽ നിന്നിട്ടായാലും കുഴപ്പമില്ല, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു 100 പ്രാവശ്യം ഇങ്ങോട്ടും ഇത് ഭയങ്കര എന്താ പറയാ, കുറെ കൂടുതൽ ചെയ്യുമ്പോഴാണ് കുറച്ചെങ്കിലൊക്കെ എഫക്റ്റ് ഉണ്ടാവുക കേട്ടോ. അത് ആദ്യമായിട്ട് ചെയ്യുന്നവരൊരു 30 ടൈംസ് ഈ ഒരു സൈഡിലേക്ക്, അതുപോലെ ഒരു 30 ഇത് കൗണ്ട് ഈ സൈഡിലേക്കും, അതായത് ക്ലോക്ക് വൈസ് ആൻറ്റി ക്ലോക്ക് വൈസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ കഴിച്ച് ഇങ്ങനെ വരും. അപ്പോൾ നിങ്ങൾ നിർത്താം. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ ആദ്യം ഒരു പ്രാവശ്യം കൂടി ചെയ്യാം. അപ്പം അല്ലാത്തൊരു നന്നായി എക്സസൈസ് ചെയ്യുന്നവര് ഇതൊരു 100 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താലും കുറച്ച് ആ സമയത്ത് കുറച്ച് എഫക്റ്റ് ചെയ്യുള്ളൂ. അപ്പം എനിക്കൊക്കെ അത്രയും ചെയ്താലാണ് എന്തെങ്കിലുമൊക്കെ തോന്നുള്ളൂ. എന്ന് വെച്ചാൽ അത്യാവശ്യം വെയിറ്റ് ഒക്കെ എടുത്തിട്ട് ഞാൻ ചെയ്യാറുണ്ട്, എക്സസൈസ് ചെയ്യാനാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പം ഇതൊക്കെ കുറയാൻ നല്ലതാണ്. അപ്പം നമുക്ക് ഈ കിച്ചണിൽ ഇങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്തും ചെയ്യാവുന്ന ഒരു ചെറിയൊരു എക്സസൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്ക് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സ്മെല്ലാ. നല്ല ഇലയരിയൊക്കെ കൂടി അതിൻ്റെ എല്ലാത്തിനും കൂടി സ്മെല്ല് വരുമ്പോണ്ടല്ലോ. ഒരയിലക്കുട്ടനെ നമുക്ക് ഇങ്ങോട്ട് കയറ്റിയിടാം.
you.